ആകിയാൽ നോക്കുവിന് അങ്ങനെ സ്നാനമേറ്റ പാപികളായിരിക്കുന്നവർ അന്ന് മുതൽ വിശുദ്ധന്മാരാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധനായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാപിയായിട്ടല്ല, ദൈവത്തിന്റെ മകനും വിശുദ്ധനും എന്നുള്ള പദവിയിലാണ് നിൽക്കുന്നത്. ഈ അധികാരവും അഭിഷേകവും നിങ്ങൾക്കും ഉണ്ടാകട്ടെ, നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാർ ഒന്ന് ചേർന്ന് കൂട്ടായ്മ ആചരിക്കണം. ഇനി പൗരോഹിത്യത്തിന്റെ ചിറകിലേക്ക് ഇനി മടങ്ങിപ്പോകല്ല, പാപത്തിന്റെ വഴികളിലേക്ക് ഇനി മടങ്ങിപ്പോകല്ല. യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു കന്യക മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിൽ ഇനി ഒരിക്കലും മാറ്റമില്ലാത്ത രണ്ട് കാര്യം പറയാം നിങ്ങളെ സംബന്ധിച്ച്. ഒന്ന് നിങ്ങളുടെ മരണം, രണ്ട് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. ഇത് രണ്ടും ഒരു നാളും മാറിപ്പോകത്തില്ല. ആകിയാൽ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞാൻ യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ വാഴും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ചിറക് വിരിച്ച് പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് പുത്രനോടുകൂടി ഞങ്ങൾ സന്തോഷത്തോടെ പറന്നു പോകും. ആ നിത്യാനന്ദം ഞങ്ങളുടെ തലമേലിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷ വേണമെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. അപ്പന്മാരെ, നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ, പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ, അത് പള്ളിയിലച്ഛനും തിരുമേനിയാണെങ്കിൽ ശരി, പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നേക്ക് 1000 വർഷം തികയുന്നത് ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട പാപിയായിട്ട് അടക്കപ്പെട്ട ഓരോ മനുഷ്യജന്മങ്ങളും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ഒരു വ്യത്യാസവുമില്ല. അന്ന് നമുക്ക് തമ്മിൽ കാണാൻ പ്രിയപ്പെട്ടവരെ. അന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എനിക്ക് പുകഴ്ച കിട്ടും പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങൾ അന്ന് കണ്ട് നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്ന നാളില് അവൻ നമ്മുടെ രഹസ്യങ്ങളും പാപങ്ങളും പാപം പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ പാപ പരിഹാരമായിട്ട് ദൈവം അയച്ചിട്ടും ആ രക്തത്തിൽ ആശ്രയിക്കാത്തത്രേ ന്യായവിധി എന്ന് പറയുന്നത്.